നമസ്കാരം. പ്രതിദിന എഡിറ്റോറിയൽ വിശകലന പരിപാടിയായ ബിഗ് എഡിറ്റോറിയൽ ആരംഭിക്കുകയാണ്. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. CMRL നൽകിയ ഹർജിയിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചും സ്റ്റേ നൽകാത്തതോടെ ഇനി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ CMRL എക്സാലോജി കേസിലെ കള്ളപ്പണ ഇടപാട് പരിശോധിക്കുന്നതിൽ തടസ്സങ്ങളില്ല. ഇനി സുപ്രീം കോടതിയിലേക്ക് CMRL പോയാലും അതിനിടയിൽ കിട്ടുന്ന സമയം ധാരാളമെന്ന് ചുരുക്കം. ED ഡയറക്ടർ വന്നത് വെറുതെയല്ല, നടത്തിയ യോഗങ്ങൾ വെറുതെയല്ല എന്നത് തെളിയിക്കുന്ന നീക്കങ്ങളായിരിക്കുമോ ഇനിയുള്ള മണിക്കൂറുകളിൽ നമ്മൾ കാണാൻ പോകുന്നത്. റെയ്ഡ് പുലർച്ചെയാണെങ്കിൽ ഇനി നോട്ടീസ് നൽകുന്നതടക്കമുള്ള നീക്കങ്ങൾക്കും അതേ വേഗമായിരിക്കുമോ ഉണ്ടാവുക? ED ഓടിപ്പിടിക്കുമോ? കോടതിയിൽ സന്തോഷം രേഖപ്പെടുത്തുന്നു. നീതി നടപ്പിലായി എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയലിൽ എനിക്കൊപ്പം എഡിറ്റോറിയൽ ബോർഡ് അംഗങ്ങളായ ന്യൂസ് ഡയറക്ടർ വേണു ബാലകൃഷ്ണൻ, എക്സിക്യൂട്ടീവ് എഡിറ്റർമാരായ ജോഷി കുര്യൻ, S. വിജയകുമാർ, സീനിയർ കോർഡിനേറ്റിംഗ് എഡിറ്റർ അപർണ കുറുപ്പ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. ആദ്യം വേണു ബാലകൃഷ്ണനിലേക്ക്. വേണു ബാലകൃഷ്ണൻ, ഗ്രീൻ സിഗ്നൽ കിട്ടിക്കഴിഞ്ഞു, കാത്തിരിക്കുകയായിരുന്നില്ലേ ED? ഇനി ഓട്ടം വേഗത്തിലാകുമോ? സുജയ പാർവതി, 3 കാര്യങ്ങൾ. ഒന്ന്, ഇവിടെ ഇപ്പോൾ ഈ പറയുന്ന ഇന്നത്തെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി, അതിനുശേഷം അതിവേഗത്തിൽ EDയുടെ നീക്കങ്ങളാണ് ഇനി കേരളം കാത്തിരിക്കുന്നത്. കാരണം 26-ാം തീയതി ആയിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ വിധി. തൊട്ടടുത്ത ദിവസം തന്നെ, ഒട്ടും സമയം പാഴാക്കാതെ തൊട്ടടുത്ത ദിവസം തന്നെ 12 ഇടങ്ങളിൽ റെയ്ഡ്, പിണറായിയുടെ വാടക വീടടക്കം. അതിനുശേഷം 18 കോടിയോളം അവർ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നു, മരവിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ അതെല്ലാം അതിവേഗത്തിലായിരുന്നു. ഈ 26-ാം തീയതി ജഡ്ജ്മെന്റ് കഴിഞ്ഞ് 2 ദിവസം അവധിയാണ്. അതുകൂടെ മുന്നിൽ കൂട്ടി കണ്ടുകൊണ്ടാണ് ED ഈ അതിവേഗ നീക്കങ്ങളൊക്കെ നടത്തിയത്. കാരണം എല്ലാ ഘട്ടങ്ങളിലും CMRL ഇതിന് തടസ്സങ്ങളുമായി ഓരോരോ കോടതിയെ സമീപിക്കുകയാണ് അതിന്റെ അനുഭവം ഇതുവരെ. ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. സിംഗിൾ ജഡ്ജിന്റെ വിധിയെ ന്യായീകരിച്ചു എന്ന് മാത്രമല്ല, കുറെ കൂടെ ആധികാരികമായിട്ടുള്ള ഒരു റിട്ടിലുള്ള ഉത്തരവ് കൂടിയാണ് ഇത് എന്ന പ്രാധാന്യം കൂടി ഇതിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ED ഡയറക്ടറും ഇവിടെ എത്തി. നേരത്തെ സുജയ പാർവതി പറഞ്ഞതുപോലെ അപ്പോൾ നാളെ തൊട്ടുള്ള നീക്കങ്ങൾ ഏത് തരത്തിലായിരിക്കുമെന്നതിൽ വലിയ നിയമപരം മാത്രമല്ല രാഷ്ട്രീയമായ ആകാംക്ഷ കൂടിയുണ്ട്. ഇതിനകത്ത് ED കാട്ടിയ വിവേകവും കാണാതിരുന്നുകൂടാ. കഴിഞ്ഞ തവണ 26-ാം തീയതിയിലെ വിധി വന്നതിന് ശേഷം ഈ റിട്ട് വരുമ്പോൾ ഈ തിങ്കളാഴ്ച ഇതിന്റെ വാദം കേട്ടു, വെള്ളിയാഴ്ച ഇതിന്റെ വിധി പറയാമെന്നും പറഞ്ഞ് മാറ്റിവെക്കുമ്പോൾ ഉള്ള ദിവസങ്ങളിൽ CMRL ഒരു ആനുകൂല്യം കൊടുത്തിരുന്നു, കടുത്ത നടപടികൾ ഉണ്ടാകരുത് എന്ന്. ED തന്നെ ആവശ്യപ്പെട്ടു ഈ ആനുകൂല്യം ഇതിൽ കക്ഷിയല്ലാത്തവർക്ക് കൊടുക്കരുതെന്ന്. അത് വീണയെ ഉദ്ദേശിച്ചാണ്. ആ ആനുകൂല്യം ഉണ്ടാകില്ല എന്ന് കോടതിയും പറയുകയുണ്ടായി. പക്ഷേ ED വീണയെ ഇതിനിടയിൽ തൊട്ടില്ല. അപ്പോൾ അതിലൂടെ ഒരു കാര്യം ED വ്യക്തമാക്കുന്നുണ്ട്. തൊടേണ്ട സമയത്ത് തൊട്ടു, അത് പിണറായിയുടെ മുന്നിൽ ചെന്ന് തന്നെ തൊട്ടു. ആ ഇമ്മ്യൂണിറ്റി വീണയ്ക്കില്ല എന്നത് ED ഇതിനോടകം തന്നെ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. പിന്നെ ഈ 4 ദിവസം തൊടാതിരിക്കുന്നതിന്റെ കാരണം CMRLന്റെ ഇന്റഗ്രൽ പാർട്ടാണ് വീണ. അത് കൃത്യമാണ്. അപ്പോൾ CMRLെതിരെയുള്ള നടപടി മന്ദീപിക്കപ്പെട്ടാൽ ഈ പെട്ടെന്ന് അതിവേഗം വീണയിലേക്കും പോകുന്നില്ല. അങ്ങനെ വീണയും CMRLും 2 എന്ന നിലയിൽ ED കാണുന്നില്ല. അത് വളരെ കൗശലത്തോടെയുള്ളൊരു നീക്കമാണ്. ഒന്നിനെ തൊട്ട് തന്നെയാണ് അടുത്തതിലേക്ക് പോകേണ്ടത്. അപ്പോൾ അതിനുള്ള സാവകാശം ഒന്ന് കാത്തിരുന്നു. അപ്പോൾ എവിടെയാണ് അതിവേഗം നീങ്ങേണ്ടത്, എവിടെയാണ് സാവകാശം തേടേണ്ടത്, അങ്ങനെ ബുദ്ധിപരമായ നീക്കമാണ് നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന CPMന്റെ നിലപാടാണ് ഈ കാര്യത്തിൽ. 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാട്, അതും നിയമപരമായി സാമ്പത്തിക ഇടപാടുകൾ നടന്ന് നികുതി അടക്കം അടച്ച ഒരു ഇടപാട്. ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് CPM ഇതിനെപ്പറ്റി. ഇപ്പൊ സിംഗിൾ ബെഞ്ചായാലും ഡിവിഷൻ ബെഞ്ചായാലും പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നതിലേക്ക് എത്തിയിരിക്കുകയാണ്. 18 കോടി പിടിച്ചെടുത്ത സാഹചര്യം കൂടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വരുമ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ പ്രൊസീഡ്സ് ഓഫ് ക്രൈം എന്ന് പറയുന്നതിലേക്ക് കൃത്യമായി ED എത്തിയിരിക്കുകയാണ്. ഇത്ര തുകയാണ് അതിന്റെ ഭാഗമായി മരവിപ്പിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ കണക്കുകളാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഇത് കൃത്യമായും ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ എന്ന നിലയിൽ എത്തിയിരിക്കുന്നു. അതിനുള്ള ജുഡീഷ്യൽ സാധൂകരണം ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയിലൂടെയും വന്നിരിക്കുന്നു. EDക്ക് സ്വതന്ത്രമായി ഇത് പരിശോധിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഇത് 2 സ്ഥാപനങ്ങൾ തമ്മിലുള്ള ഇടപാടായിരുന്നു, പക്ഷേ അത് കള്ളപ്പണ ഇടപാടായിരുന്നു. 2 ഇതിൽ പറഞ്ഞ പണം നിയമപരമായും സാധുവാക്കിയെന്ന് പറയുന്നു. അത് നിയമപരമായി കള്ളപ്പണം വെളുപ്പിച്ചെടുത്ത തന്ത്രപരമായ നീക്കമായിരുന്നു. അങ്ങനെ ഈ കേസിന്റെ സ്വഭാവം മാറുമ്പോൾ അത് കൃത്യമായും പഴയ നിലപാട് ആവർത്തിച്ചുകൊണ്ട് CPMന് പ്രതിരോധിക്കാൻ കഴിയില്ല. മൂന്നാമതായുള്ള ഏറ്റവും അവസാനത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ECIR ഇല്ലാതെ EDക്ക് അന്വേഷിക്കാമെന്ന സുപ്രധാനമായ കാര്യം ഈ വിധിവാക്യത്തിലുണ്ട്. അങ്ങനെ വരുമ്പോൾ മാസപ്പടി ഡയറിയിലേക്ക് പോവുക എന്ന് വെച്ചാൽ, ക്ഷമിക്കണം, കർത്തയുടെ ഡയറിയിലേക്ക് പോവുക. അവിടെ PVയിലേക്കും KKയിലേക്കും RCയിലേക്കും ഒക്കെ പോകുന്നതിന് വേണ്ടി ഒരു ECIRും ഒരു FIRും വേണ്ട. അത് പ്രധാനവുമാണ്. അതിലേക്ക് കടക്കുമോ എന്നാണ് അറിയേണ്ടതും. സുജയ പാർവതി.
ഓക്കെ, എസ് വിജയകുമാർ, കോടതിയിൽ നടന്ന കാര്യങ്ങൾ, കോടതിയിൽ നിന്ന് കിട്ടിയ ഗ്രീൻ സിഗ്നൽ, അതിനും അപ്പുറം രാഷ്ട്രീയമായി കൂടി നോക്കിക്കഴിഞ്ഞാൽ എവിടേക്കാണ് ഈ നീക്കം? സുജയ, ഇത് രണ്ട് ബെഞ്ചിൽ നിന്ന് ഇഡിയുടെ നീക്കങ്ങൾ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് ശേഷം നിങ്ങൾക്ക് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും. അതിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ CPM-ന് രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ കഴിയില്ല. കാരണം കോടതിയിൽ ഈ വിഷയങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുള്ളതാണ്. വീണയ്ക്ക് വേണ്ടി അത് CMRL വളരെ ഭംഗിയായി ഉന്നയിക്കുകയും ചെയ്തു. അതിനുവേണ്ടി CMRL സ്വന്തം ചെലവിൽ സുപ്രീം കോടതിയിൽ നിന്ന് മുതിർന്ന അഭിഭാഷകരെ രംഗത്തിറക്കുകയും ചെയ്തു. ആത്യന്തികമായി ഇതിൻ്റെയൊക്കെ ആനുകൂല്യം കിട്ടുന്നത് വീണയ്ക്കാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. വീണ ഇതുവരെ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചിട്ടില്ല എന്ന് വെച്ചാൽ എന്താണ്? വീണയ്ക്ക് ഇഡിയുടെ നീക്കങ്ങളിൽ പരാതിയില്ല. നിയമപരമായി എന്തെങ്കിലും ഒരു പരിരക്ഷ വേണമെന്ന് അവർക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് റെയ്ഡിനെ നിയമപരമായി അവർ എതിർത്തിട്ടില്ല. ഇനിയുള്ള തുടർ നടപടികളോട് അവർക്ക് എതിർപ്പില്ല. അങ്ങനെയൊക്കെ നമ്മൾ കരുതേണ്ടി വരും. എതിർപ്പുണ്ടായിരുന്നെങ്കിൽ അവർ കോടതിയിൽ വന്നേനെയും, അവർ വന്നിട്ടില്ല. അതുകൊണ്ട് CPM എന്തിനാണ് ഈ ഘട്ടത്തിൽ ഇത്തരം എതിർപ്പുകൾ ഉയർത്തുന്നതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ രണ്ട് കോടതികൾ, ഇപ്പോൾ സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഈ വിഷയത്തിൽ ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടണി നടത്തി നിങ്ങൾക്ക് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞതോടെ CPM-ന്റെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ഒക്കെ രാഷ്ട്രീയ പ്രതിരോധം അസ്തമിക്കുകയാണ്, ദുർബലമാവുകയാണ്. നമുക്ക് ഇഡിക്കെതിരെ ഒരുമിച്ചിറങ്ങാമെന്ന് പാർട്ടി അണികളോട് ആഹ്വാനം ചെയ്ത പിണറായി വിജയന് ഇനി അങ്ങനെ ആഹ്വാനം ചെയ്യാൻ കഴിയില്ല. കാരണം ഇഡി ചെയ്തത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ അത് സിംഗിൾ ബെഞ്ചോ ഡിവിഷൻ ബെഞ്ചോ, ഇനിയിപ്പോൾ സിംഗിൾ ബെഞ്ച് നടപടിക്ക് ശേഷമാണല്ലോ ഈ റെയ്ഡും ഒക്കെ ഉണ്ടായത്. ഇത് ഡിവിഷൻ ബെഞ്ച് അതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ അറിഞ്ഞിട്ടുണ്ടല്ലോ, അതൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ ഈ ഹർജിക്കാർ. പക്ഷേ അവിടെയും ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് പോകാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഈ CMRL-ന്റെ ഏതെങ്കിലും ഒരു വാദം അവിടെ മുഖവിലേക്ക് എടുത്തിട്ടില്ല. അപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാവകാശം അത് കൊടുത്തിട്ടില്ല. അവർക്ക് വേണമെങ്കിൽ പോകാം. അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടു, അത് തടഞ്ഞിട്ടില്ല. അപ്പോൾ ഈ 2-3 ചുടുകല്ലുമായി തിരുവനന്തപുരത്ത് നടത്തിയ നീക്കം അത് പോരാ, അത് ലോഡ് കണക്കിന് ചുടുകല്ല് വേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ അപ്പോൾ ചുടുകല്ലുമായി പാർട്ടി പ്രവർത്തകരെ അണിനിരത്താൻ പോവുകയാണോ CPM എന്നാണ് നമുക്ക് അറിയേണ്ടത്. 1. 2, അതല്ല, ഇത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള വിഷയമാണ്, ഞങ്ങൾ ഇനി പിന്മാറുകയാണ്, അവർ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് വീണ CMRL ED എന്ന നിലയിലേക്ക് മാറുകയാണോ CPM ചെയ്യാൻ പോകുന്നത്? അതല്ല, നമുക്ക് ഒരുമിച്ച് ഇറങ്ങാമെന്ന് പാർട്ടി പ്രവർത്തകരോട് പറഞ്ഞ് ഇഡിക്കെതിരെ രാഷ്ട്രീയ പ്രതിരോധം നീക്കാൻ ഇറങ്ങിയ പിണറായി വിജയൻ അതിൽ നിന്ന് പിൻവാങ്ങി ഇത് അവർ നോക്കിക്കൊള്ളട്ടെ എന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ കാര്യത്തിൽ സ്വീകരിച്ച നിലപാടിലേക്ക് ഈ പാർട്ടി മാറുമോ? പിണറായി വിജയൻ അന്ന് പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് ഓർക്കുന്നുണ്ടോ? അതിലേക്ക് മാറുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഇത് ഇഡിയുടെ നീക്കങ്ങൾ ഇനിയിപ്പോൾ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ആയുധമായി ഇഡി മാറി എന്നതടക്കമുള്ള വാദങ്ങൾ അത് പറയാം എന്നതിനപ്പുറത്തേക്ക് അതല്ല വസ്തുത. ഈ കേസിൽ എന്നത് കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഒരു പ്രഥമ ദൃഷ്ട്യാ കേസ് നിലനിൽക്കും എന്നത് കോടതി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മുന്നോട്ട് പോകാൻ പറഞ്ഞത്. അറസ്റ്റിനടക്കം തടസ്സമില്ല എന്ന് കൂടി കോടതി പറഞ്ഞു. സോറി എന്ന അറസ്റ്റ് തടയണമെന്ന ആവശ്യം ഈ CMRL മുന്നോട്ട് വെച്ചപ്പോൾ സോറി എന്നാണ് കോടതി പറഞ്ഞപ്പോൾ കോടതിക്ക് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വഴിയെ കാര്യങ്ങൾ പോവുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ ചുടുകല്ല് പ്രതിരോധം, ചുടുകല്ല് രക്ഷാപ്രവർത്തനം നടക്കില്ല. അല്ലെങ്കിൽ 1-2 ചുടുകല്ല് പോരാ, ഒരു IPBനും അല്ല, ആയിരക്കണക്കിന് IP-മാര് ലോഡ് കണക്കിന് ചുടുകല്ലുമായി ഇറങ്ങേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ സന്തോഷ് എന്താണ് സന്ദേശ് ഖലിയിൽ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം. ഷാനവാസോ എന്തോ അയാളുടെ പേര്, അയാൾ ഇപ്പോഴും ജയിലിലാണ് എന്നതുകൂടി ഷാജഹാൻ ഷെയ്ഖ് ഏതാണ്ട് 800-900 ദിവസമായി ജയിലിലാണ് എന്നതുകൂടി ഓർക്കേണ്ടത്. ആ വഴിക്ക് ഇടി നീങ്ങുന്നതായി ചില സൂചനകളുമുണ്ട്. ഓക്കെ, എസ് വിജയകുമാർ, പശ്ചിമ ബംഗാളുമായിട്ട് ഉപമിക്കുകയാണ്. ബംഗാളിന്റെ വഴിയെ പോകുമോ ഇവിടുത്തെ നീക്കങ്ങൾ? ജോഷി, എന്ത് തോന്നുന്നു? ഇഡി സാവകാശം എടുത്ത് കാര്യങ്ങൾ മനസ്സിലാക്കി ഡയറക്ടർ അടക്കം എത്തി നടത്തുന്ന ഈ നീക്കങ്ങൾ ഇതുവരെ കാണാത്തതല്ലേ? വളരെ സത്യമാണ്. പക്ഷേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് അങ്ങനെ ഒരു വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് അവരുടെ അഭിമാന പ്രശ്നമാണ്. കാരണം തിരുവനന്തപുരത്ത്, നേരത്തെ ബംഗാളിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്, തിരുവനന്തപുരത്ത് അവരെ ഇത്തരത്തിൽ നേരിട്ടത്, കല്ലെറിഞ്ഞത്, അസഭ്യം പറഞ്ഞത്, പരിക്കേൽപ്പിച്ചത്, അതൊരു അഭിമാന പ്രശ്നമായി തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണക്ക് കൂട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ED ഡയറക്ടർ അടക്കം എത്തി ഇക്കാര്യത്തിൽ അവലോകനം നടത്തുകയും തുടർന്ന് എങ്ങനെ മുന്നോട്ട് പോകണം, വേഗത്തിൽ പോകണം, കരുതിക്കൂട്ടി പോകണം, കാലേകൂട്ടി മനസ്സുറപ്പിച്ച് പോകണം എന്ന് നിർദ്ദേശിച്ചതിൻ്റെ കാരണവും അതുതന്നെയാണ്. അതിപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് മനസ്സിലാക്കുന്നത്, അതായത്
ഒരു തരത്തിലും പിഴവ് പറ്റരുത്. അതായത് ഇത് CMRL-നെതിരായ നീക്കമല്ല, ഇത് മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾക്കെതിരായ നീക്കമാണ്. കാരണം ഈ കേസിന്റെ ഈ പണത്തിന്റെ ബെനിഫിഷ്യറി, ഈ കള്ളപ്പണ ഇടപാടിന്റെ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് വീണ എന്ന വീണ തൈക്കണ്ടിയാണ്. അതുകൊണ്ട് ഒരു തരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പാളിപ്പോയാൽ മൊത്തത്തിൽ നമുക്ക് പാളിപ്പോവും. അതുകൊണ്ട് കരുതിക്കൂട്ടി മതി എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ വീണയുടെ ലോക്കറുകളടക്കം ഇപ്പോൾ സീസ് ചെയ്തിരിക്കുകയാണ്. വീണയുടെ ലോക്കറുകളടക്കം ബാങ്ക് അക്കൗണ്ടുകളടക്കം ഇപ്പോൾ ഒരു ബാങ്ക് അക്കൗണ്ട് അടക്കം ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഇതിലടക്കമുള്ള പരിശോധന നാളെ നടക്കും എന്നാണ് മനസ്സിലാകുന്നത്. ലോക്കറുകളടക്കം തുറന്നു പരിശോധിക്കും. ED ഇപ്പോൾ അന്വേഷിക്കുന്നത്, അതായത് ഈ പറയുന്ന SFIO അന്വേഷണത്തിൽ, ആദായ നികുതി ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിന്റെ അന്വേഷണത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ കള്ളപ്പണം ഇങ്ങനെ വൈറ്റ് മണി എന്നുള്ള പേരിൽ വീണയിലേക്ക് വന്നിട്ടുണ്ട്, എക്സാലോജിലേക്ക് വന്നിട്ടുണ്ട്. ഈ പണം പിന്നീട് എങ്ങോട്ട് പോയി, കള്ളപ്പണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ് ED അന്വേഷിക്കുന്നത്. ആ കള്ളപ്പണത്തിന്റെ വരവും പോക്കും അത് ഉറപ്പിക്കാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ശ്രമം. അത് ഉറപ്പിക്കാനുള്ള പരിശോധനകൾ നടക്കും. അതോടൊപ്പം തന്നെയായിരിക്കും വീണയ്ക്ക് സമൻസ് നൽകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സുജയ, അപർണക്കുറുപ്പ്, നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ആ വാദങ്ങളൊക്കെ വിഴുങ്ങേണ്ട സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണല്ലോ. ആ വാദങ്ങളൊന്നും എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ വിലപ്പോയില്ല? സുജയ, രണ്ട് വശം ഇതിനകത്ത് പറഞ്ഞു പോയേ പറ്റുള്ളൂ. ഒറ്റ വശം കൊണ്ട് തീരില്ല. ഒന്ന്, ഇന്ന് വിധിന്യായത്തിലെ ഒരു 10-ാം പേജുണ്ട്. ആ 10-ാം പേജാണ് എടുത്തു പറയേണ്ടത്. അത് പ്രധാനമായിട്ടും നമുക്കറിയാത്ത പോലെ വിജയകുമാർ ചൗധരി കേസുമായി ബന്ധപ്പെട്ട്, വിജയ് മണ്ഡൽ ചൗധരി കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിനകത്ത് ECIR-ന് ഉള്ള ആധികാരികതയെക്കുറിച്ചാണ്. ECIR നേരത്തെ പറഞ്ഞതുപോലെ അത് ഇവരുടെ ഒരു ആഭ്യന്തര രേഖയാണ്. അതുകൊണ്ട് തന്നെ അത് കോടതിക്ക് റദ്ദാക്കാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു FIR ഇല്ലാത്ത സമയത്ത്, ഒരു പ്രെഡിക്കേറ്റ് ഒഫൻസ് ഇല്ലാത്ത സമയത്ത് FIR ഇല്ലെങ്കിൽ ഇതെങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള കാര്യമാണ് ആ 10-ാമത്തെ പേജിൽ പറയുന്നത് ഇന്നത്തെ വിധിന്യായത്തിൽ. അതിനനുസരിച്ച് അത് റദ്ദാക്കാൻ കഴിയില്ല കോടതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ PMLA സെക്ഷൻ 48 വരും. 48 വരുമ്പോൾ ഒരു പ്രൊവിഷൻ അറ്റാച്ച്മെന്റ്, ESIR ഉണ്ടെങ്കിൽ ഒരു പ്രൊവിഷൻ അറ്റാച്ച്മെന്റ് നടത്താം. CMRL കൊടുത്ത കേസാണ്. CMRL കള്ളപ്പണം ഇടപാട് നടത്തിയിട്ടില്ല എന്ന് പറഞ്ഞു കൊടുത്ത കേസിനകത്ത് പരിപൂർണമായിട്ട് അത് തള്ളുമ്പോൾ സിവിൽ നടപടികളിലേക്ക് കടക്കാം. അതായത് സിവിൽ അന്വേഷണം പറ്റും, കള്ളപ്പണം നടന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ വിളിപ്പിക്കാം, അവിടെ പ്രൊവിഷണൽ അറ്റാച്ച്മെന്റ് നടത്താം, ഈ പറഞ്ഞ പോലെ ലോക്കർ പരിശോധിക്കാം, അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാം, ഒക്കെ ചെയ്യാം. അത് CMRL-ന് മാത്രമല്ല, അത് വീണയ്ക്കും അവർക്ക് സംസാരിക്കാം, ആരെയും വിളിച്ചു വരുത്താം. CMRL-ന്റെ ഒരുപക്ഷെ എല്ലാ ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്താൻ പറ്റും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരെയും വിളിച്ചു വരുത്താൻ പറ്റും. ക്രിമിനൽ നടപടികളിലേക്ക് കടക്കാൻ കഴിയില്ല. ആ ഒരു കാര്യമാണ് ഇന്നുണ്ടായിരിക്കുന്നത്. അതിപ്പോൾ ഹൈക്കോടതി മാത്രമല്ല, ഇതുമായിട്ട് CMRL ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ പോയി ഒരു അപ്പീൽ ഹർജി കൊടുത്താലും ഇത് തന്നെയാണ് സംഭവിക്കുക. കാരണം EDക്ക് അങ്ങനെ സംശയമുണ്ടെങ്കിൽ ആ കേസ് അന്വേഷണം തടസ്സപ്പെടുത്തുക എന്ന രീതിയിലേക്ക് കോടതി കടക്കില്ല. പക്ഷേ ഈ ഒരു വശത്ത് നിൽക്കുന്നു. ഇതിനൊപ്പം തന്നെ മറ്റൊരു വശം കൂടിയുണ്ട്. നേരത്തെ വേണുവർഷം പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം, അതായത് SFIയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ 10-ാം പേജിനകത്തും ഇന്ന് IT ഇന്ററിം സെറ്റിൽമെന്റ് റിപ്പോർട്ട് വെച്ചതിനകത്തും എടുത്തു പറയുന്ന തുക എന്ന് പറയുന്നത് 182 കോടിയിലെ 1.72 കോടി രൂപ വീണ വിജയന്റെ, അതിൽ ബാക്കി കടമെടുത്തടക്കം 2.7 എന്ന് വിചാരിക്കുക, 179 കോടി രൂപ. അതിനകത്ത് 135 കോടി രൂപ ഒരു ബോഗസ് കണക്കാണ് എന്ന് കൃത്യമായിട്ട് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതും ഈ വിധിന്യായത്തിനകത്തുണ്ട്. അതായത് അതിനകത്ത് ഇല്ലീഗൽ പേയ്മെന്റ് ആണ് എന്ന് പറയുന്നത് 73 കോടിയോളം രൂപ, 50 കോടിയോളമാണ് അല്ലാത്തത് വരുന്നത്. അപ്പോൾ ഈ ഇല്ലീഗൽ പേയ്മെന്റ് ആണ് അന്വേഷിക്കുന്നത്. അതുകൂടിയാണ് EDയുടെ അന്വേഷണത്തിന് മുൻപാകെ ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ ഇല്ലീഗൽ പേയ്മെന്റ് ആർക്കൊക്കെ കൊടുത്തു? 1.72 കോടിയുള്ള വീണ വിജയൻ അപ്പുറത്തേക്ക് ഈ പണം എവിടേക്കൊക്കെ പോയി? രാഷ്ട്രീയക്കാരിലേക്ക് പോയി, മീഡിയ പ്രവർത്തകരിലേക്ക് പോയി, അമ്പലങ്ങളിലേക്ക് പോയി, അല്ലാത്ത ട്രസ്റ്റുകളിലേക്ക് പോയി, ഇതൊക്കെ പോയിട്ടുണ്ട്. ഈ ലിസ്റ്റെല്ലാം അതിനകത്തുണ്ട്. അപ്പോൾ ഈ ലിസ്റ്റിനകത്തുള്ളവരിലേക്കും ഈ അന്വേഷണം പോകാം. അങ്ങനെ അന്വേഷണം പോകാതെ വീണ വിജയന്റെ ഈ 1.72 കോടിയിലെത്തുമ്പോൾ പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള ഗ്രാമത്തിലുള്ള വീട്ടിൽ വരെ പോയിട്ട് റെയ്ഡ് നടത്തുക. ആർക്കൊക്കെ ബന്ധമുണ്ടോ വീണ വിജയനുമായിട്ട് അവിടെ എല്ലാം പോയി റെയ്ഡ് നടത്തുക. ഇത് പ്രതിരോധിക്കുക എന്ന് മാത്രമാണ് CPM ചെയ്യുന്നത്. CPMന്റെ രാഷ്ട്രീയ പ്രതിരോധം എന്ന് പറയുന്നത് അതുമാത്രമാണ്. ഇനി ഈ ബാക്കിയുള്ള ഈ വലിയൊരു ബോഗസ് കണക്ക് ഇപ്പുറത്തു നിൽക്കുമ്പോൾ ഇതിന് സെക്രട്ടേറിയറ്റിലേക്ക്, മന്ത്രിസഭയിലേക്ക്, മന്ത്രിമാരിലേക്ക്, പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കന്മാരിലേക്ക് എവിടേക്ക് വേണമെങ്കിലും പോകാം. അങ്ങനെ എവിടേക്ക് വേണമെങ്കിലും പോകുമ്പോൾ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ ഒരു IP ബിനുവിൻ്റെ ചുടുകല്ല് മതിയാകില്ല. ഈ വലിയ ചുടുകല്ലും വലിയ ഒരു ആൾക്കൂട്ടവുമായിട്ട് ഒരുപക്ഷെ മന്ത്രിസഭയിലുള്ളവരും UDF-ഉം ഒക്കെ രംഗത്തിറങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെ LDF-ന് മുന്നേ UDF തന്നെ ഇത് പ്രതിരോധിക്കേണ്ട അവസരം വരും. ആ അവസരത്തിലേക്ക് കാര്യങ്ങൾ കടക്കും. അങ്ങനെ കാര്യങ്ങൾ കടക്കുമ്പോൾ ഇത് ആർക്കൊക്കെ തിരിച്ചടിയായെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ നിയമവിരുദ്ധമായ കൈമാറ്റം നടന്നിട്ടുണ്ടോ? എന്തായാലും SFIയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ എവിടെയാണ് കുറ്റപത്രം എന്നൊക്കെ ചോദിച്ചവർ ഇപ്പോൾ ആ വാദങ്ങൾ പിൻവലിക്കുന്നത് കാണുമ്പോൾ നല്ല രസമുണ്ട്. അതിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ വിശദമായ ചർച്ചയിലേക്കും വരണം. അപർണക്കുറുപ്പ് ഇവിടെ തന്നെ തുടരണം. ഒരു ചെറിയ ഇടവേള.
വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. ഇന്നത്തെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിധിയോടെ CPIM-ന്റെ പ്രതിരോധം അത് ഇനി എങ്ങനെയായിരിക്കുമെന്നതാണ് ഞാൻ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. കാരണം ED അന്വേഷണത്തെ എന്തിനാണ് CPIM എതിർക്കുന്നത്? CPIM-നെതിരെയുള്ള അന്വേഷണമാണോ? CPIM-ന്റെ ഏതെങ്കിലും നേതാക്കൾക്കെതിരെയുള്ള അന്വേഷണമാണോ? അല്ല. അത് എക്സാലോജിക് എന്ന കമ്പനിയും CMRL എന്ന കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടുകളിന്മേലുള്ള കള്ളപ്പണ ഇടപാടുണ്ടോ എന്നന്വേഷിക്കുന്നതിനാണ്. അല്ലാതെ വീണ വിജയൻ അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിൽ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിന്റെ മകൾ കള്ളപ്പണ ഇടപാട് നടത്തി എന്ന് ആരും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. അത് നടന്നിട്ടുണ്ടോ? അതൊരു സംശയം ഉണ്ടാകുന്നത് എവിടെയാണ്? CMRL-നെതിരെയാണ് യഥാർത്ഥത്തിൽ ഈ അന്വേഷണത്തിന്റെ ഏറിയ പങ്കും ചെന്നെത്തി നിൽക്കുന്നത്. അവർ കൊടുത്ത പണത്തിൽ, അവർ വ്യാജ ചെലവെന്ന് കാണിച്ചു കൊടുത്ത പണത്തിൽ ആ വ്യാജ ചെലവിന്റെ ഒരു പങ്ക് പറ്റിയ ഒരു കമ്പനി, അതാണ് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന വീണ തൈക്കണ്ടിയിലിന്റെ കമ്പനി. ആ കമ്പനി ഉടമയുടെ അച്ഛൻ അത് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയും CPIM-ന്റെ സമാരാധ്യനായ നേതാവുമാണ്. അതിനെന്തിനാണ് പാർട്ടി പ്രതിരോധിക്കാൻ ഇറങ്ങുന്നത്? പാർട്ടി എന്തിനാണ് തെരുവിലിറങ്ങുന്നത്? പാർട്ടിയുമായി ഈ കേസിന് ഒരു ബന്ധവുമില്ല എന്നതാണ് ഈ വിഷയത്തിലെ ഇന്നത്തെ എന്റെ ടേക്ക്. ഇതിൽ CPIM-കാർ ഇപ്പോൾ ജയിലിൽ പോയി കിടക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവരെന്തിനാണ് ഈ ED-ക്കെതിരെ പ്രതിഷേധിക്കാൻ പോയത്? വീണ തൈക്കണ്ടിയിലിനെതിരെ പ്രതിരോധം തീർക്കാൻ നമ്മൾ ഒന്നിച്ചിറങ്ങുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ കൈമുഷ്ടി ചുരുട്ടിപ്പിടിക്കുമ്പോൾ അത് പാർട്ടിയെ പ്രതിരോധിക്കാനായിട്ടുള്ള പാർട്ടി പ്രതിയായ ഒരു കേസല്ല എന്ന് പാർട്ടി കേഡർമാർ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അത് പാർട്ടി നേതാക്കൾ ഉൾക്കൊള്ളണം. അന്വേഷണത്തെ എന്തിനാണ് നിങ്ങൾ ഭയക്കുന്നത്? ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വീണ തൈക്കണ്ടിയിൽ ഉറപ്പുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർ ഹൈക്കോടതിയിലേക്ക്, സിംഗിൾ ബെഞ്ചിലേക്കോ ഡിവിഷൻ ബെഞ്ചിലേക്കോ ഈ അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട ഒരു ഹർജി പോലും കൊടുക്കാത്തത്. അവർക്കുള്ള മിനിമം കോൺഫിഡൻസ് എങ്കിലും CPIM എന്ന പാർട്ടിക്ക് കാണിച്ചുകൂടെ? എനിക്കിന്ന് ചോദിക്കാനുള്ളത് അതാണ്. ED വരട്ടെന്നേ, അന്വേഷിച്ചിട്ട് പോകട്ടെ. ED-യുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണെന്ന് എല്ലാ ചർച്ചകളിലും വന്ന് ചോദിക്കുന്നത് CPIM-ന്റെ പ്രതിനിധികളല്ലേ? ഈ ചർച്ചയിൽ തന്നെ എത്രയോ തവണ ഈ ED-യുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണ്, ED എന്ന ഏജൻസിയെ കൊണ്ട് എന്തിനു കൊള്ളാം എന്നൊക്കെ ചോദിച്ചതല്ലേ? അപ്പോൾ പിന്നെ ഒന്നിനും കൊള്ളാത്ത ഒരു ഏജൻസിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പുണ്ടെങ്കിൽ അവർ വന്ന് അന്വേഷിച്ചിട്ട് പോട്ടെ. അപ്പോൾ പേടിയുണ്ട്. പേടിയുള്ളത് കൊണ്ടാണല്ലോ ആളെ കൂട്ടുന്നത്. അപ്പോൾ പേടിക്കാനുള്ള കാരണം എന്താണ്? അതാണ് ഇനി പാർട്ടി പറയേണ്ടത്. പാർട്ടി എന്തിനെ പ്രതിരോധിക്കാൻ ഇറങ്ങണം? അങ്ങനെ പ്രതിരോധിക്കാൻ ഇറങ്ങാൻ ഇവിടെ വേട്ടയാടുന്നത് ഒരു പാർട്ടി നേതാവിനെയല്ല. മുൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവിനെയോ ഈ കേസിൽ ഈ നിമിഷം വരെ പ്രതി ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ കുറ്റാരോപിതനാണ് എന്ന് ED പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രതിരോധം? അപ്പോൾ ആ പ്രതിരോധം തീർക്കുന്നത് നമ്മൾ പ്രതിരോധത്തിലാകുന്നു എന്ന ഘട്ടത്തിലാണെന്നുള്ളതാണ് എൻ്റെ മിനിമം ബോധ്യം. അതുകൊണ്ട് പാർട്ടി ഒന്നുകിൽ നയം വ്യക്തമാക്കണം. ഇന്ന് AK ബാലൻ പറഞ്ഞിട്ടുണ്ട് ED വന്ന് അന്വേഷിച്ചിട്ട് പോട്ടെ എന്ന്. അപ്പോൾ അതുപോലെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതോ ഇനിയിപ്പോൾ അതുപോലെ റെയ്ഡൊന്നും ആയിരിക്കില്ല, ഇനി ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ നോട്ടീസ് നൽകുകയോ അങ്ങനെയുള്ള ED-യുടെ നടപടിക്രമങ്ങളിലേക്ക് കിടക്കുമ്പോൾ ഇതുപോലെ പ്രതിരോധം തീർക്കാൻ പാർട്ടി പോയാൽ പാർട്ടി നാണം കെടും. കാരണം പാർട്ടി ഇതിൽ കക്ഷിയല്ല. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതിയിൽ നടന്നത് എന്താണ്? നേരത്തെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാ വാദങ്ങളും പൊളിഞ്ഞിരിക്കുകയാണ്. അത് ഇവിടെ അപർണ-കുറുപ്പിന് മനസ്സിലായതുകൊണ്ടാണ് അപർണ-കുറുപ്പ് അതിലേക്കൊന്നും കൂടുതലായി കടക്കാതിരുന്നത്. ഇന്നത്തെ വിധിന്യായത്തിലെ 10-ാം പേജും 15-ാം പേജും ഒക്കെ മാത്രം എടുത്തു പറഞ്ഞുകൊണ്ട് അപർണ-കുറുപ്പ് പറഞ്ഞ് അവസാനിപ്പിച്ചത്. പറയാം. തുടരാം. കാരണം 10-45 പേജ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 45 പേജുണ്ട്. അവസാനം ഒപ്പിട്ടിരിക്കുന്ന പേജ് 45ആണ്. ആ 45 പേജും എടുത്ത് പറഞ്ഞാലും അപർണ-കുറുപ്പ് ഇതുവരെ ബിഗ് എഡിറ്റോറിയലിലെ ചർച്ചകളിൽ വന്നു പറഞ്ഞിരുന്ന ന്യായങ്ങളെല്ലാം അമ്പെ പൊളിക്കുന്നതാണ് ഇന്നത്തെ വിധിന്യായം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി വിധിന്യായത്തിന്റെ അവസാന ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ FIR-ന്റെ കാര്യത്തിൽ, ECAR-ന്റെ കാര്യത്തിൽ, അത് ഈ ഷെഡ്യൂൾഡ് ഒഫൻസ് എന്ന് പറയുന്നത് ED അന്വേഷണം നടത്തുന്നതിന് PMLA അനുസരിച്ചുള്ള സിവിൽ ആക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യുന്നതിന് ED-ക്ക് തടസ്സമല്ല എന്ന് നല്ല വൃത്തിയായിട്ട് ഈ വിധിന്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ED അന്വേഷിക്കട്ടെ. ED അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനാണ് എന്നുള്ളതാണ് ഇടതുപക്ഷത്തോടുള്ള ചോദ്യം, CPIM-നോടുള്ള ചോദ്യം, പിണറായി വിജയനോട് നേരിട്ടുള്ള ചോദ്യം. അതോ നേരത്തെ ആരോപിക്കപ്പെടുന്നത് പോലെ ഈ കുറ്റകൃത്യത്തിൽ താങ്കൾ പങ്കാളിയാണോ? PV എന്നത് പിണറായി വിജയനാണോ? ആ ചുരുക്കപ്പേരുകളിലേക്ക് അന്വേഷണം എത്തുമെന്നുള്ള ഭീതിയാണോ യഥാർത്ഥത്തിൽ CMRL-നെ മുന്നിൽ നിർത്തിക്കൊണ്ട്, മഹാഭാരതത്തിലൊക്കെ കണ്ടതുപോലെ CMRL-നെ മുൻനിർത്തിക്കൊണ്ട് ഇവിടെ യുദ്ധം നയിക്കുന്നത് പിണറായി വിജയനാണ്? മകൾക്ക് വേണ്ടി മാത്രമല്ല, അദ്ദേഹത്തിന് വേണ്ടി കൂടി യുദ്ധം നയിക്കുകയാണോ എന്ന ചോദ്യം ഇവിടെ ആരെങ്കിലും ഉയർത്തിയാൽ അത് തെറ്റു പറയാൻ സാധിക്കില്ല. ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ ഇപ്പോൾ ഷോൺ ജോർജ് എന്ന് പറയുന്ന ഒരു പരാതിക്കാരൻ, അത് BJP-കാരനാണ്, പരാതിക്കാരനാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഷോൺ ജോർജിന്റെ പരാതിയിൽ കഴമ്പുള്ളത് കൊണ്ടാണല്ലോ SFI അത് അന്വേഷിച്ചത്, SFIO കുറ്റപത്രം സമർപ്പിച്ചത്. SFIയുടെ കുറ്റപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ED കേസെടുത്തപ്പോൾ അല്ലെങ്കിൽ ED അന്വേഷണത്തിനായി എത്തിയപ്പോൾ കോടതി പോലും തടയാത്തത്. ഇനിയും ഇതിൽ കഴമ്പില്ല എന്ന കള്ളം പറഞ്ഞുകൊണ്ട് വരരുത് എന്നതാണ് എനിക്ക് എൻ്റെ കൂടിയുള്ള പാനലിസ്റ്റ് അപർണ-കുറുപ്പിനോട് പറയാനുള്ളത്. നേരത്തെ പറഞ്ഞതിൽ അപർണ അത് പറഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാനത് എടുത്തു പറയുന്നത്. ഇനിയിപ്പോൾ ED അന്വേഷിച്ച് എവിടേക്കെത്തും അതറിയാൻ നമുക്ക് കാത്തിരിക്കാം. അന്വേഷിക്കട്ടെ. അന്വേഷിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ അവരെ കല്ലെറിയാൻ, ചീമുട്ടയെറിയാൻ, വാഹനം അടിച്ചു പൊട്ടിക്കാൻ, പേടിപ്പിച്ചോടിക്കാൻ നോക്കല്ലേ. അങ്ങനെ പേടിച്ചോടുന്ന ഏജൻസി അല്ല ED എന്നത് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ടാണ് ED-യുടെ ഡയറക്ടർ രാഹുൽ നവീൻ തന്നെ കൊച്ചിയിൽ വന്നത്. ചോദിക്കാൻ ഒരാളുണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടി കൂടിയാണ്. അത് കണ്ട് പഠിച്ചോളൂ എന്നുള്ളതാണ് തടയാൻ വന്ന, മുട്ടയെറിയാൻ വന്ന ആളുകൾക്കുള്ള മറുപടി. മാത്രമല്ല സുജി, അതിനകത്ത് വേറെ കാര്യം കൂടിയുണ്ട്. ഈ
അല്ല, ഞാൻ ചോദ്യത്തിന് ഉത്തരം ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് അതിന്റെ ഈ വാദഘട്ടത്തിലെ വിജയൻ അറിയായിരിക്കും, ഇതിന്റെ വാദഘട്ടത്തിൽ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ, നിങ്ങളുടെ കൈകൾ ശുദ്ധമാണെങ്കിൽ, നിങ്ങളുടെ പേപ്പറുകൾ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണെങ്കിൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുന്നത്? നിങ്ങളോട് എന്തൊക്കെയാണ് ചോദിക്കുന്നത്? നിങ്ങളുടെ ലെഡ്ജർ ബുക്ക്, നിങ്ങളുടെ കണക്ക് ബുക്കുകൾ അതൊന്ന് കാട്ടിക്കുക എന്നല്ലേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിക്കുന്നുള്ളൂ? അത് പരിശോധിക്കണമെന്നല്ലേ പറയുന്നുള്ളൂ? അങ്ങനെ നിങ്ങൾക്കൊന്നും മറയ്ക്കാനില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഈ ഹർജിയുമായി വരുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ അന്വേഷണത്തെ തടയാൻ ശ്രമിക്കുന്നത്? ഇന്ന് ഈ ഉത്തരവ് വന്നത് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ഇതിന് തൊട്ടു പിന്നാലെ, ഈ ഓർഡർ വന്നതിന് തൊട്ടു പിന്നാലെ ഇന്ന് CMRL കോടതിയിൽ ആവശ്യപ്പെട്ടല്ലോ, അതായത് ഇതൊന്ന് സ്റ്റേ ചെയ്യണമെന്നല്ല, തൽക്കാലം ഇതിന്റെ തുടർ നടപടികളൊക്കെ ഒന്ന് നിർത്തിവെക്കണം, ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ കോടതി സമ്മതിച്ചില്ലല്ലോ. എന്തിനാണ് നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നത്? അതിന്റെ കാരണം എന്ന് പറയുന്നത് CMRL മറയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ CMRL മാത്രമല്ല വീണ തായ്ക്കണ്ടിക്ക് മറയ്ക്കാനുണ്ട്. CMRL വീണയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടാണല്ലോ ഇതിന്റെ പ്രശ്നം. ആ പണം എവിടേക്ക് പോയി എന്നുള്ളതാണല്ലോ ഇതിന്റെ പ്രശ്നം. അതിലെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആണല്ലോ ED പരിശോധിക്കുന്നത്. അത് തടയാൻ, അത് നിർത്തിവെപ്പിക്കാൻ, അന്വേഷണം വഴിയിൽ അവസാനിപ്പിക്കാൻ ആർക്ക് താല്പര്യമുണ്ട്? അത് CMRL മാത്രമല്ല വീണയ്ക്കും താല്പര്യമുണ്ട്. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇന്ന് കോടതി പറഞ്ഞത് യു ക്യാൻ പ്രൊസീഡ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞത്. മാത്രമല്ല അന്വേഷണം തടയണമെന്ന് പറഞ്ഞപ്പോൾ ഈ പറയുന്ന CMRL അഭിഭാഷകന്റെ മുഖത്ത് നോക്കി സോറി എന്ന് ജസ്റ്റിസ് രാജാ വിജയരാഘവൻ പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ആ സോറി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് CMRL മാത്രമല്ല പിണറായി വിജയൻ കൂടി മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സുജയ, പ്രത്യേക ഒരു പഞ്ചിലൊക്കെ പറഞ്ഞ അങ്ങനെ ആവില്ല ജോഷി. 3 ചോദ്യങ്ങൾ നേരത്തെ സുജയ് ചോദിക്കുന്നുണ്ടായിരുന്നു. വീണ വിജയന് ED പേടിയില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ട് സ്വന്തം നിലയ്ക്ക് കോടതികളിൽ പോയി ഹർജി കൊടുത്ത് ഈ അന്വേഷണം റദ്ദാക്കാൻ ക്വാഷ് ചെയ്യാൻ വേണ്ടി നോക്കുന്നില്ല? പിന്നെ CPM എന്തിനാണ് ഇതിന്റെ പേരിൽ തെരുവിൽ സമരം ചെയ്യുന്നത്? എന്താവശ്യമാണുള്ളതെന്ന് വളരെ ഞാൻ 3 ചെറിയ ഇതിൽ പറയാം. ECR ഇത് നേരത്തെ CMRL ഹർജി കൊടുക്കുന്നത് തന്നെ വീണ വിജയൻ പിറകിലുണ്ട്, എന്തോ ബെനാമിയാണ് എന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇതങ്ങനെ പലതും പറയാം. ഇല്ലാത്ത ഒരു ECR റദ്ദാക്കാൻ വീണ എങ്ങനെ ഹർജി ചെയ്യും? അതായത് ഇല്ലാത്ത ECR ഞാൻ ഉദ്ദേശിച്ചത് അത് CRPC പ്രകാരമുള്ള FIR പോലുള്ള ഒരു നിയമം മറുപടി കൊടുത്തത് നിങ്ങൾ പറഞ്ഞ എല്ലാ പിന്നെ കാര്യങ്ങളും കോടതി തള്ളിക്കളഞ്ഞു. എന്ത് കാര്യമാണ് തള്ളിയത്? വീണ വിജയൻ എന്തുകൊണ്ട് കോടതിയിൽ പോയി ഹർജി കൊടുക്കുന്നില്ല? വീണ വിജയൻ ബംഗളൂരു കോടതിയിൽ പോയതോടെ അത് നിർത്തിയതാണ്. വീണ വിജയൻ കർണാടക ഹൈക്കോടതി പോയില്ലേ? തള്ളിപ്പോയില്ലേ? അതിനുശേഷം തള്ളിപ്പോയില്ലേ? അത് SFIയുടെ വിഷയത്തിലല്ലേ? വീണ വിജയൻ എന്തുകൊണ്ടാണ് വരാത്തത്? വീണ വിജയൻ ഈ കേസിലേക്ക് പെറ്റീഷനുമായിട്ട് വന്നാൽ അവർ ഡയറക്ട്ലി ഇതിന്റെ ഭാഗമായി മാറുകയാണ്. അവർ കൃത്യമായി മറുപടി പറയേണ്ടതായി വരും. പിണറായി വിജയൻ മറുപടി പറയേണ്ടതായി വരും. ഞാൻ പറയണേ ജോഷി, ഇങ്ങനെ വേട്ടയാടുകയാണെങ്കിൽ അപർണ കോടതിയാണ് സമീപിക്കേണ്ടത്. അപർണ, ഞാൻ അത് വളരെ ഡയറക്റ്റ് ആയിട്ടാണ്. അപർണ ECR ഒക്കെ വിടൂ. ഞാൻ ചോദിച്ചത് എന്താണ്? ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. വീണ വിജയന് അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയിലിന് പിണറായി വിജയന്റെ മകൾക്ക് പേടിയില്ലെങ്കിൽ കോടതിയിൽ പോകാതിരുന്നത് എന്തുകൊണ്ടാണ്? നേരിട്ട് പോകട്ടെന്നേ. അല്ല, ഞാൻ എന്തിനാണ് പോകേണ്ടത്? ECR ഒരു ആഭ്യന്തര രേഖയ്ക്കെതിരെ എങ്ങനെയാണ് പോകുക? അതായത് ഈ കേസിൽ നിലവിൽ വീണ കക്ഷിയല്ല. അപ്പോൾ ഈ CMRL കേസിനകത്ത് പ്രതിയല്ലേ? കക്ഷിയല്ലേ? CMRL കേസിൽ വീണ കക്ഷിയാണോ? CMRL ആണ് ഹർജിയുമായി പോയത്. അല്ലല്ല, ഇതിൽ കക്ഷി കേസ് എന്താണ്? EDയുടെ കേസിൽ കക്ഷിയല്ലേ? ഇത് CMRL ഹർജിയെ കുറിച്ചല്ലേ പറയുന്നത്? വീണ എന്തിനാ റെയ്ഡ് ചെയ്യുന്നത്? അതിൽ വേണമെങ്കിൽ വീണയ്ക്ക് കക്ഷി ചേരാമായിരുന്നല്ലോ. അല്ല, അതെന്തിനാണ് വീണയ്ക്ക് കക്ഷി ചേരാമായിരുന്നല്ലോ. അതെന്തിനാ ചേരുന്നത് ജോഷി? ജോഷി, അതെന്തിനാ ചേരുന്നത്? CMRL ഹർജി തന്നെ വീണയ്ക്ക് വേണ്ടിയല്ലേ? CMRL ഹർജിയിൽ വീണ് പോയെന്നേ. CMRL ഹർജിയിൽ വീണ് പോയെന്നേ. CMRL ഹർജി കൊടുക്കുന്നു. CMRLന്റെ ഭാഗത്ത് കള്ളപ്പണ ഇടപാട് നടന്നിട്ടില്ല. കള്ളപ്പണ ഇടപാട് ടു ഹൂം? ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? അല്ല, ആർക്ക് വേണ്ടി? കേസ് അന്വേഷിക്കുന്നത് ആർക്കെതിരെയാ? അല്ല, ഈ കേസ് ആർക്കെതിരെയാ? ഈ കേസ് ആർക്കെതിരെയാ? അല്ലല്ല, അതൊക്കെ വേറെ കാര്യം. അതൊക്കെ വേറെ അന്വേഷിക്കണം. ഇപ്പോഴത്തെ ഈ പ്രൊസീഡ്സ് ഓഫ് ക്രൈം ആർക്കെതിരെയാണ്? ഏത് കള്ളപ്പണ ഇടപാടുമായിരുന്നു? അതൊക്കെ വേറെയാണ്. അതൊക്കെ വേറെ അന്വേഷിക്കേണ്ടതാണ്. അല്ലാതെ ഇപ്പൊ കൊടുത്തിരിക്കുന്ന ഹർജി CMRL വേണ്ടി കൊടുത്തിരിക്കുന്ന ഹർജിയാണ്. അല്ല, ആ CMRL വേണ്ടി കൊടുത്തിരിക്കുന്ന ഹർജി എന്തുമായി ബന്ധപ്പെട്ടാണ്? അപർണ ജോഷിയോട് ഏറ്റുമുട്ടണ്ട. ഇതിൽ പരാതിക്കാരൻ ആരാണ് അപർണ? ഇതിനകത്ത് പരാതി CMRL അല്ലേ? അതല്ല, ഹർജി കൊടുത്തിരിക്കുന്ന CMRL ആണ്. ഞാൻ പറയുന്നത് SFIO വരാൻ കാരണമായ പരാതിക്കാരൻ ആരാണ്? നമ്മളിപ്പോ ഇന്ന് ചോദിക്കട്ടെ. അല്ല, SFIOയുടെ ഫൈൻഡിങ്ങിനെ ബേസ് ചെയ്താണ് ED കേസ് എടുത്തിരിക്കുന്നത്. അപർണ ക്ലാരിറ്റി വരുത്തി പോകൂ. ചോദ്യമല്ല. മുട്ടാപ്പോക്ക് പറയല്ലേ അപർണ. മുട്ടാപ്പോക്ക് പറയല്ലേ. രണ്ടാമത്തെ ഉത്തരത്തിനകത്ത് കടന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, ഒന്നാമത്തെ ഉത്തരം തന്നെ പൂർണ്ണമല്ല. ഒന്നാമത്തെ ഉത്തരം അത്രേ ഉള്ളൂ. അതാണ് അതിന്റെ ഉത്തരവില്ല. അല്ല, ഉത്തരമുണ്ട്. ഉത്തരം മുട്ടി.
ഉത്തരം മുട്ടി നിൽക്കുകയാണ്. വീണ തൈക്കണ്ടിയിൽ ഉത്തരവില്ല, പിന്നെയാണോ അപർണ കുറുപ്പിന് ഉത്തരം? അല്ല, വീണ വിജയൻ എന്തുകൊണ്ട് ഇതിനകത്ത് ഈ കോടതി ഉത്തരവിന്റെ ഈ കോടതി ഉത്തരവിൽ തന്നെ എന്തുകൊണ്ടാണ് ഇത് പിന്നെ PMLA നിയമപ്രകാരം ഇവർ അന്വേഷിക്കുന്നത് എന്ന് സംബന്ധിച്ച് കോടതി പറയുന്നുണ്ട്. അതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈം കൃത്യമായിട്ട് പറയുകയാണ്. ഇതിനിടെ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെ MCA നിർദ്ദേശപ്രകാരം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചു. ആർക്കെതിരെ? CMRL-നെതിരെ. ഇതിനു പിന്നാലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന പ്രകാരം PMLA ഒരു ECIR രജിസ്റ്റർ ചെയ്യുകയും കമ്പനി ഉദ്യോഗസ്ഥർക്ക് സമൻസ് അയക്കുകയും ചെയ്തു. ഈ ECIR-ഉം സമൻസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജിക്കാർ റിട്ട് ഹർജിയുമായി സിംഗിൾ ബെഞ്ചിനെ സമീപിക്കുകയും അത് തള്ളുകയും ചെയ്തത്. അതിൽ ഈ പറഞ്ഞ 182 കോടിയല്ല. ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് വീണ വിജയനും ഈ പറയുന്ന CMRL തമ്മിൽ നടത്തിയ സാമ്പത്തിക ഇടപാടാണ്. ആ SFIO റിപ്പോർട്ടിന്റെ തുടർച്ചയായിട്ടാണ്, അതിന്റെ പ്രൊസീഡ്സ് ഓഫ് ക്രൈമിന്റെ തുടർച്ചയായിട്ടാണ് ED അന്വേഷണം നടത്തുന്നതെന്ന് ഈ കോടതി ഉത്തരവിൽ പറയുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ, റോജ് പറയാം. അതായത് ഇന്ന് ഇതൊരു സമൻസ് അയക്കുന്ന ഘട്ടത്തിൽ ഒരാൾ ഒരു മുഴുവൻ പറയിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. ജോഷി ഇടപെടല്ലേ? അപർണ പറഞ്ഞോട്ടെ. വേണുഗോപാലകൃഷ്ണൻ ഇടപെടല്ലേ? S. വിജയകുമാർ ഇടപെടല്ലേ? അപർണ പറയട്ടെ. അതായത് നിങ്ങളിങ്ങനെ ഒരു ഹർജി കൊടുക്കുന്നു. നിലവിൽ ED ഒരു FIR ഏതെങ്കിലും ഒരു കടുത്ത നിയമ നടപടിയിലേക്ക് നിലവിൽ ED കടന്നിട്ടില്ല. വീണ വിജയത്തിന് ഇതുവരെ ഒരു പ്രാഥമിക അന്വേഷണത്തിന് ED കടന്നിട്ടില്ലേ? പിന്നെ എങ്ങനെയാ പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്? ED കടന്നിട്ടില്ലേ? പിണറായി വിജയന്റെ വീട്ടിൽ എങ്ങനെയാ റെയ്ഡ് നടത്തിയത്? എക്സാലോജിക്കൽ എങ്ങനെയാ റെയ്ഡ് നടത്തിയത്? കാണുന്നില്ല. അല്ലല്ല, പിന്നെ എങ്ങനെയാ റെയ്ഡ് നടത്തിയത്? റെയ്ഡിനൊക്കെ ശേഷമാണേ സമൻസ് കൊടുത്തു. സെക്ഷൻ 17 പ്രകാരം സമൻസ് കൊടുത്തേ. ഞാൻ ചോദിക്കട്ടെ, ഒരു അന്വേഷണം എങ്ങനെയാണ് ജോഷി? ഒരു അന്വേഷണം അല്ലല്ല, സെക്ഷൻ 17 ഞാനൊന്ന് പറഞ്ഞോട്ടെ. വീണ വിജയന് സെക്ഷൻ 17 പ്രകാരം നോട്ടീസ് കൊടുത്തു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആ നോട്ടീസ് കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വീട്ടിൽ വെച്ച് സെക്ഷൻ 17 പ്രകാരം അവർ മൊഴിയെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് സെക്ഷൻ എടുത്തിട്ട് അതാ. പിന്നെ വീണ വിജയനിലേക്ക് എവിടെ അന്വേഷണം പോയി? എവിടെ പറയൂ. പക്ഷെ അപർണയ്ക്ക് ഇതിനകത്തെ വൈരുദ്ധ്യം മനസ്സിലാവില്ല. അപർണ പറയുന്നതിലെ വൈരുദ്ധ്യം. ഒരു വരി എന്നെ കൊണ്ട് പറയാൻ സമ്മതിക്കാതെ നിങ്ങൾ കുറെ ബഹളം വെച്ചിട്ട് അങ്ങ് ബഹളം വെക്കുന്നില്ല. ജോഷി മിണ്ടരുത്. അപർണ പറഞ്ഞോളൂ. ED സമൻസ് അയക്കുന്നു, കള്ളപ്പണം PMLA പ്രകാരം നടപടി എടുക്കുകയൊക്കെ ചെയ്യുന്നു. CMRL കമ്പനി ഒരു ഹർജി കൊടുക്കുന്നു. ഹർജി ഇപ്പോ വീണ വിജയനെ വിളിക്കുന്നു, വീണ വിജയൻ മൊഴി കൊടുക്കുന്നു. ഇപ്പൊ ഈ വീട്ടിൽ സെക്ഷൻ 19 അല്ലെ? സെക്ഷൻ 19 നിങ്ങൾ ഒരു കേസ് അന്വേഷണം നടക്കുമ്പോൾ ഹർജി കൊടുത്ത് ഈ അന്വേഷണം തടസ്സപ്പെടുത്തണോ? ഈ അന്വേഷണം നേരിടണോ? അല്ല, അപ്പൊ വീണ വിജയൻ എന്താ ചെയ്യേണ്ടത്? വീണ വിജയൻ ഹർജി കൊടുക്കുകയല്ലോ ചെയ്യേണ്ടത്. വീണ വിജയൻ ഹർജി കൊടുക്കുന്നില്ല, അന്വേഷണമായി സഹകരിക്കുകയാണ്. നോക്കൂ, അന്വേഷണമായി ED-യുമായുള്ള സഹകരണം. അത് ഞാൻ പറയാം, അത് രണ്ടാമത്തെ പോർഷൻ. അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ആ പ്രധാനപ്പെട്ട പോയിന്റ് എന്നോട് പറയാം. അതായത് എന്തുകൊണ്ട് CPM ഇത് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട. CPM ഞാനിതൊരു പലതവണ പറഞ്ഞു, CPM തെരുവിൽ ഇതിനെതിരെ പ്രതികരിക്കുന്നത് വീണ വിജയന് വേണ്ടിയിട്ടല്ലെന്നേ. അത് കേന്ദ്ര വേട്ടയാടലിനെതിരെ മാത്രമാണ്. അരവിന്ദ് കെജ്രിവാളും ഹേമന്ത് സോറനെയൊക്കെ ED ജയിലിലിട്ടപ്പോൾ അവിടെ പോയി സമരം നടത്തിയ കോൺഗ്രസ് അവരൊക്കെ ആരായിരുന്നു? അല്ല, അവരാരായിരുന്നു? അവർ എക്സാലോജിക്ക് പോലുള്ള കമ്പനിയുടെ MD ആയിരുന്നോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അവരൊക്കെ ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് എന്താണ് സുജയ, ED എന്ന വിഷയത്തിനകത്ത് കോൺഗ്രസ് എടുക്കുന്ന ഒരു നിലപാടുണ്ട് ദേശീയ തലത്തിൽ. അങ്ങനെ സമരം ചെയ്തിട്ടില്ലേ? അതേ ആ സമരം അല്ലല്ലോ ഇവിടെ. അല്ല, അതെന്താ? S. വിജയകുമാർ തന്നെ സംസാരിക്കാൻ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ശരി. അല്ല, ഞാൻ അപർണ ഒന്ന് ശ്രദ്ധിക്കണേ. അങ്ങനെയാണെങ്കിൽ സൗബിൻ ഷാഗറിനെതിരെ CPM സമരം നടത്താത്തതെന്നാണ്. ED കുറ്റപത്രം കൊടുത്തു മഞ്ഞുമൽ ബോയ്സ് കേസിൽ. അല്ല, അതിനകത്ത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നാണോ S. വിജയകുമാർ? ED രാഷ്ട്രീയ വേട്ടയല്ലേ? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇത് പറഞ്ഞത് അല്ല, സൗബിൻ ഷാഹിറിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല. രാഹുൽ ഗാന്ധി ED ചോദ്യം ചെയ്തപ്പോൾ സമരം ചെയ്ത കോൺഗ്രസിനോട് എന്താ നിങ്ങൾ ചോദിക്കുന്നത്? രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ ഉന്നതനായ നേതാവാണ്. സൗബിൻ ഷാഹിർ കേസ് കൊടുക്കുമ്പോൾ CPM-നെതിരെയുള്ള വേട്ടയാടലാണെങ്കിൽ അതാരാണ് നടത്തുന്നത്?
അപർണ ചോദ്യം ഒന്ന് കേൾക്കൂ. അപർണ ചോദ്യം ഒന്ന് കേൾക്കൂ. അല്ല പറയട്ടെ അല്ല അപർണയാണ് പറഞ്ഞ കേന്ദ്ര ഏജൻസികളുടെ വേട്ടയാടലിനെതിരെ CPM വലിയ സമരം നടത്തും. അങ്ങനെയാണെങ്കിൽ സൗബിൻ ഷാഹിറിനെ കേന്ദ്ര ഏജൻസി വേട്ടയാടിയില്ലേ? അവിടെ CPM ഇടപെട്ടില്ലല്ലോ എന്നാണ് പറഞ്ഞത്. എനിക്ക് ചോദിക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അപർണ നിക്കൂ. അപർണയുടെ ഒരു പോയിന്റ് അപർണ പറയൂ, അല്ല ഇത് എല്ലാവർക്കും പറയണമല്ലോ. അപർണയോട് ചോദിക്കാനുള്ളത്, ഈ ക്രിമിനൽ ആക്ഷൻ പാടില്ല ഇന്ന് ജഡ്ജ്മെന്റിൽ എവിടെയാണ് ഉള്ളത്? അപർണ വായിച്ചല്ലോ, ആ ജഡ്ജ്മെന്റിലെ ഭാഗം ഒന്ന് വായിക്കാമോ? സെക്ഷൻ 3-4 ആണ് ക്രിമിനൽ നടപടി എടുക്കണം എന്നുണ്ടെങ്കിലുള്ളത്. വിജയകുമാർ കണ്ടില്ലേ, സെക്ഷൻ 5 പ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. സെക്ഷൻ 5 പറയുന്നത് സിവിൽ നടപടിയാണ്. അത് പാടില്ല എന്ന് പറഞ്ഞത് വായിക്കൂ. അത് പാടില്ല എന്ന് ജഡ്ജ്മെന്റിൽ പറഞ്ഞ ഭാഗം വായിക്കൂ അപർണ. അത് പാടുണ്ട് എന്ന് പറഞ്ഞൊരു ഭാഗം വായിക്കും വിജയകുമാർ. പാടുണ്ട് എന്ന് പറഞ്ഞ അതൊന്നും അല്ല. സെക്ഷൻ 3-4 ഒക്കെ എനിക്കറിയാം. ഞാനതല്ല അത് അപർണ ആദ്യം പറഞ്ഞത് ക്രിമിനൽ ആക്ഷൻ പാടില്ലെന്ന് ജഡ്ജ്മെന്റിൽ ഉണ്ടെന്ന് ആ ഭാഗം വായിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ അപർണ സ്റ്റേറ്റ്മെന്റ് വിഡ്രോ ചെയ്യണം. ഇല്ല, ആ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞത് വിജയകുമാർ മനസ്സിലാവുന്നില്ല. സെക്ഷൻ 5 പ്രകാരം സിവിൽ നടപടികൾ എടുക്കാം, അത് തുടരാം, അത് CMRനെതിരെ അത്തരത്തിലുള്ള എന്ത് ആക്ഷൻ വേണമെങ്കിലും എടുക്കാം. സെക്ഷൻ 3-4 എന്ന് പറയുന്നത് ഒഫൻസ് ഓഫ് മണി ലോണ്ടറിംഗ് ആണ്. അതടക്കമുള്ള ക്രിമിനൽ നടപടികളിലേക്ക് പോകുന്ന കാര്യം ഇതിനകത്തില്ല. ഉണ്ടെങ്കിൽ ആ സെക്ഷൻ 3-4 അടക്കമുള്ള ക്രിമിനൽ നടപടികളിലേക്ക് പോകാം എന്നുള്ള ഒരു ഭാഗം വിജയകുമാർ തിരുത്താം. അല്ല, അതില്ല എന്നാണ് അപർണ പറഞ്ഞത്. അത് കോടതി തടഞ്ഞതാണ് പറഞ്ഞത്. എവിടെയാണ് തടഞ്ഞിരിക്കുന്നത്? അത് സിവിൽ ഉണ്ടെന്നെവിടെ? ഇതിൽ പ്രയർ എന്തായിരുന്നു അപർണ? ഹർജി കൊടുത്തത് അപർണ. പ്രയർ എന്തായിരുന്നു? ഹർജിയിലെ പ്രയർ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് അപർണ സംസാരിക്കുന്നത്. ക്രിമിനൽ ആക്ഷനെ കുറിച്ച് അതിനകത്ത് ചോദ്യം ഉണ്ടായിരുന്നില്ല, പ്രയർ ഉണ്ടായിരുന്നില്ല. ഈ ഹൈക്കോടതി ഉത്തരവാണ് കേട്ടോ. വളച്ചൊടിച്ച് അവിടെ പോയി നിൽക്കേണ്ടി വന്നാൽ ഞാൻ ഉത്തരവാദിയല്ല. ആ ചോദ്യം ഒന്നുകൂടെ ക്ലിയർ ആക്കണം. എനിക്ക് നിങ്ങൾ എന്താ ചോദിച്ചു വരുന്നത് ക്ലിയർ ആക്കി. വിജയകുമാർ വ്യക്തത വരുത്തും. അതായത് ഈ കേസ് സിവിൽ ആക്ഷൻ ആണ് നടന്നിരിക്കുന്നത്. ആ സിവിൽ ആക്ഷനെതിരെയാണ് CMRL പോയത്. ആ സിവിൽ ആക്ഷൻ മുന്നോട്ട് പോകാം. ക്രിമിനൽ ആക്ഷനെ പറ്റി ഒരു ചർച്ചയും അവിടെ നടന്നിട്ടില്ല. അതിനെപ്പറ്റി ഒരു പരാമർശവും ആ ജഡ്ജ്മെന്റിലില്ല. അങ്ങനെ പരാമർശമില്ലാത്ത ജഡ്ജ്മെന്റിൽ ക്രിമിനൽ ആക്ഷൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള പരാമർശം കോടതി ഉത്തരവ് നമ്മൾ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിന് തുല്യമാണ്. അത് പാടില്ല എന്നാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ കോടതി ഉത്തരവ് തെറ്റായി വ്യാഖ്യാനിച്ചിട്ടില്ല. അപർണക്കുറുപ്പ് ഈ 45 പേജുള്ള ജഡ്ജ്മെന്റിൽ 45 പേജുള്ള ഈ ജഡ്ജ്മെന്റിൽ സെക്ഷൻ 5 പ്രകാരമുള്ള സിവിൽ ആക്ഷൻസ് നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അപർണ പറഞ്ഞത് ശരിയാണ്. സെക്ഷൻ 3 പറ്റി പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? പ്രോസിക്യൂട്ട് ചെയ്യേണ്ട തരത്തിലുള്ള നടപടികളിലേക്ക് EDക്ക് കടക്കണമെങ്കിൽ ഇൻവോക്ക് ചെയ്യേണ്ടതാണ് സെക്ഷൻ 3. ഈ വിധിന്യായത്തിന്റെ പിന്നീടുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, ഇതിൽ ഈ പറയുന്ന സെക്ഷൻ 5 പ്രകാരമുള്ള അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ ഇതിൽ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഘടകങ്ങൾ ആ അന്വേഷണ ഏജൻസി കണ്ടെത്തിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട 2 കാര്യങ്ങൾ സെക്ഷൻ 3 പ്രകാരമുള്ളതാണ്. അതിൽ ആ ഏജൻസി ചെയ്യേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, ആ അന്വേഷണ പുരോഗതി അഡ്ജുഡിക്കേറ്റ് ആയിട്ടുള്ള അതിന്റെ സംവിധാനത്തെ അറിയിക്കുക. അടുത്തതായി ചെയ്യേണ്ടത് സ്പെഷ്യൽ കോർട്ടിൽ പോയി പരാതി കൊടുക്കുക. എന്ന് വെച്ചാൽ പിന്നെ ക്രിമിനൽ പ്രൊസീജിയറൽ ആക്ഷൻ നടക്കുകയാണ്, അത് ഓപ്പറേഷനിലാകുകയാണ് ആ പാർട്ട്. അങ്ങനെ കൃത്യമായി ആ വിധിന്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം കൂടി, അപർണ കുറുപ്പ് 10ാമത്തെ പേജ് പറഞ്ഞു. ഞാൻ അങ്ങയുടെ ശ്രദ്ധ 13:1 കൊണ്ടുവരുന്നു. 10ാമത്തെ കാര്യത്തിൽ ഈ പറയുന്ന വിജയ് മദൻലാൽ ചൗധരി കേസിൽ തന്നെ പറയുന്ന എന്താണ് അപർണ കുറുപ്പ്? ECIR ഇല്ലാതെ തന്നെ EDക്ക് അന്വേഷണം നടത്താമെന്നാണ്. FIRും വേണ്ട എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. കാരണം ECIR എന്ന് പറയുന്നത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ഡോക്യുമെന്റ് അല്ല, അതൊരു ഇന്റേണൽ ഡോക്യുമെന്റ് ആണ്. അവർക്ക് അവരുടെ ഉള്ളിൽ തന്നെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 13ാമത്തെ പേജിലെ 1ാമത്തെ I എന്ന് പറയുന്ന ഉപവകുപ്പ് അപർണക്കുറുപ്പ് ഒന്ന് വായിച്ചു നോക്കണം. അതിൽ പിണറായി സർക്കാർ ചെയ്തിരിക്കുന്ന ഗുരുതര വീഴ്ച പറഞ്ഞിരിക്കുകയാണ് ഈ വിധിന്യായത്തിൽ. 66(2) സെക്ഷൻ പ്രകാരം അല്ലേ വിജയ? അതെ. PMLA ആക്ട് വെച്ചുകൊണ്ട് ഇത് FIR ഇടണമെന്ന് പോലീസിന് കൊടുത്തിരിക്കുന്നു. പോലീസിനോട് ആവശ്യപ്പെട്ടു ED. പോലീസ് അത് ചെയ്തില്ല. ED പിന്നീട് അവരുടെ സുപ്പീരിയർ ഓഫീസേഴ്സിനോട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ ആവശ്യപ്പെട്ടും അത് ചെയ്തിട്ടില്ല. അതിൽ 120B അടക്കമുള്ളതാണ്. ഈ പറയുന്ന ഗൂഢാലോചന അടക്കം ചേർക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാം. അതെ, അതിൽ ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ സുജയ പാർവതി? 424 IPC. 424 IPC എന്ന് വെച്ചാൽ എന്താ? അപർണക്കുറുപ്പ്,
എന്ന് പറഞ്ഞാൽ അതിനകത്ത് കൺസീൽ ചെയ്യുക, റിമൂവ് ചെയ്യുക ഈ പറയുന്ന സ്വത്തുക്കൾ എന്ന് വെച്ചാൽ ഇതിപ്പോ 66% പൊതുവായി ഷെയറുള്ള ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയാണ് ഈ പറയുന്ന CMRL. അപ്പൊ അതിനകത്ത് ആ സ്വത്തുവകകൾ എന്ന് വെച്ചാൽ പൊതുസ്വത്ത് തന്നെയാണ്. അത് 66% അതിന്റെ ഈ പറയുന്ന പൊതു ഷെയർ അല്ലേ? അപ്പോ അതിൽ ഈ പറയുന്ന കൺസീൽമെന്റും റിമൂവലും നടന്നിരിക്കുകയാണ് ആ പ്രോപ്പർട്ടി. അത് ഇൻവോക്ക് ചെയ്യണമെന്നാണ് ഈ 422 ആവശ്യപ്പെട്ടിരിക്കുന്നത്, 424 ആവശ്യപ്പെട്ടത്. FIR ഇട്ടില്ല പിണറായി സർക്കാർ. പിന്നെന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പോ അതേ കാര്യങ്ങൾ SFIOയുടെ ഈ പറയുന്ന 447 എന്ന് പറയുന്ന സെക്ഷൻ പ്രകാരം SFIO ഇൻവോക്ക് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ 447 എന്ന് പറയുന്നത്? ഫ്രോഡുലന്റ് റിമൂവൽ ആൻഡ് കൺസീൽമെന്റ് ഓഫ് കമ്പനി ഫണ്ട്സ് എന്ന് വെച്ചാൽ 424 ഇട്ട് ഇതേ കാര്യം ചെയ്യണമെന്ന് ED പിണറായിയുടെ പോലീസിനോട് ആവശ്യപ്പെട്ടു. അത് ചെയ്തില്ല. അത് പിന്നീട് ചെയ്തത് SFIO ആണ്. അതിനെന്താ മറുപടി? ഒറ്റ കാര്യം കൂടി, ഈ 411 എന്താണെന്ന് അറിയാമോ ബാലകൃഷ്ണൻ? 411 കൊള്ള മുതൽ കൈവശം വെക്കുക എന്നുള്ള വകുപ്പാണ്. അതായത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 411 കൈവശം വെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ വകുപ്പുമുണ്ട്. ഒരു കാര്യം കൂടി, ആ ഫയൽ ഈ സർക്കാരിന്റെ മേശപ്പുറത്തുമുണ്ട്. ഈ സർക്കാർ അതിൽ ആക്ട് ചെയ്യേണ്ടതാണ്. ഈ ആഭ്യന്തര വകുപ്പിനും അത് പരിഗണിക്കാനുള്ള ബാധ്യതയുണ്ട്. ED അന്ന് കൊടുത്ത റിപ്പോർട്ട്. അപ്പോൾ FIR ഉണ്ടാകാതിരുന്നത് എങ്ങനെയാണ് എന്ന് കേരള ഹൈക്കോടതി വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ശ്രീ വേണു ബാലകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത്. അപ്പോൾ FIR അന്വേഷണ ഏജൻസിയുടെ കുഴപ്പം കൊണ്ടല്ല, അത് എടുക്കേണ്ടത് പിണറായി വിജയൻ ആയിരുന്നു. പക്ഷെ എടുക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ വീണ വിജയനെതിരെ ആയതുകൊണ്ട് അദ്ദേഹം ഇട്ടില്ല എന്നേ ഉള്ളൂ. അതിന് ED അല്ല ഉത്തരവാദി. കേട്ടോ പറഞ്ഞ അല്ല, ഇപ്പൊ പറഞ്ഞ FIR ഇട്ടില്ല എന്നുള്ള ഒരു വിഷയത്തിനകത്ത് ഒരു കാര്യം ചോദിക്കാം. ഷെഡ്യൂൾഡ് ഒഫൻസ് നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സ്റ്റേറ്റ് ഏജൻസികളാണ്. ഇപ്പോൾ CMRL കമ്പനിയും എക്സാലോജിക്കും തമ്മിൽ 2 കമ്പനികളിലുള്ള ഒരു ബിസിനസ് കരാർ നടക്കുന്നു. അല്ല, അതൊക്കെ ഈ കഥയൊക്കെ നമുക്കറിയാം. GST അടച്ചത് ഈ കഥയൊക്കെ നമ്മൾ ഒത്തിരി പറഞ്ഞതാണ്. സമയപരിമിതിയുണ്ട്. എങ്ങനെയാണ് ക്രിമിനൽ FIR ഒരു സംസ്ഥാനം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? ഒരു കേന്ദ്ര ഏജൻസി പറയുന്ന പ്രകാരം ഒരു കേന്ദ്ര ഏജൻസി കത്തെഴുതിയാൽ എങ്ങനെയാണ് സ്റ്റേറ്റ് പോലീസിന് ഇതിനകത്ത് ഒരു ക്രിമിനൽ FIR രജിസ്റ്റർ ചെയ്യാൻ കഴിയുക? ഏത് വകുപ്പ് ചുമത്തിയാണ് കേസിടുക എന്നുള്ള ആ വകുപ്പ് കൂടി ഒന്ന് പറഞ്ഞാൽ. വകുപ്പ് സെക്ഷൻ 424 എങ്ങനെയാണ് എടുക്കാതിരിക്കാൻ കഴിയുക? സ്വത്ത് വഞ്ചനാപരമായി പറഞ്ഞോട്ടെ. 120B, 411, 420, 421 ഉണ്ട്. എത്രയോ വകുപ്പുകളുണ്ട്. 5 വകുപ്പുകളുണ്ട്. 5 വകുപ്പുകൾ. 424. അതെ, 424 എന്താണെന്ന് അപർണയ്ക്ക് അറിയില്ലേ? സ്വത്ത് വഞ്ചനാപരമായി ഒളിപ്പിക്കുകയോ മാറ്റുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറ്റകൃത്യമാണ് സെക്ഷൻ 424 എന്ന് പറയുന്നത്. CMRL എക്സാലോജിക്ക് കേസിൽ ഇതിന് ബന്ധമുണ്ട്. വ്യാജ ചെലവ് കാണിച്ച് സേവനം കൊടുക്കാതെ പണം കൈമാറി എന്ന് ED ആരോപിക്കുന്നത് ഇത്തരം നിയമലംഘനങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് അപർണ. അപ്പോൾ ഒരാൾ തന്റെയോ അല്ലെങ്കിൽ മറ്റൊരാളുടെയോ സ്വത്ത്, പണം അല്ലെങ്കിൽ സാധനങ്ങൾ ബോധപൂർവ്വം വഞ്ചനാപരമായി ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് മാറ്റുക, ഇതൊന്നും അപർണയ്ക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. അപർണ ആ സെക്ഷൻ ഒന്ന് വായിച്ചു പഠിച്ചേ. ഒരു ചെറിയ ഇടവേള തരാം വായിച്ചു പഠിക്കാൻ, എന്നിട്ട് പെട്ടെന്ന് വരാം. വേണ്ട, ശരി, എന്നാൽ അത് കഴിഞ്ഞിട്ട് വരെ പറയാം. വെൽക്കം ബാക്ക് ടു ബിഗ് എഡിറ്റോറിയൽ. ഞാൻ വാക്കുപാലിക്കുകയാണ്. അപർണക്കുറുപ്പ് സെക്ഷൻ 124 ഒക്കെ എന്തായാലും പഠിച്ചു വെച്ചിട്ടുണ്ട്. അപർണക്കുറുപ്പ്, വഞ്ചനാപരമായ കുറ്റകൃത്യങ്ങളിലൂടെ ഉണ്ടാക്കുന്ന പണം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരില്ലേ? സ്ട്രെയിറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതെ, 424 അല്ലേ? വരുമോ? ഞാൻ ഒറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. വഞ്ചനാപരമായ കുറ്റകൃത്യങ്ങളിലൂടെ ഉണ്ടാക്കുന്ന പണം അല്ല, ഇതിന് ഉത്തരം പറയൂ. വഞ്ചനാപരമായ കുറ്റകൃത്യങ്ങളിലൂടെ ഉണ്ടാക്കുന്ന പണം കള്ളപ്പണത്തിന്റെ പരിധിയിൽ വരുമോ അപർണക്കുറുപ്പ്? ഞാൻ ചോദിച്ചതാണ്. ഇത് ED പറഞ്ഞല്ലേ? ED പറഞ്ഞല്ല, ഞാൻ ചോദിച്ചതാണ്. അല്ല, ഇത് ED പറഞ്ഞ കാര്യമല്ല. ഞാൻ അപർണക്കുറുപ്പിനോട് ചോദിച്ചതാണ്. എന്റെ അമ്മാവന്റെ മോനൊന്നും അല്ല. ഞാൻ ചോദിച്ചതാണ്. നടക്കില്ല സുജയ, അങ്ങനെ നടക്കില്ല. അങ്ങനെ ചോദിച്ചു ഉത്തരവോട്ട് കിട്ടാനും പോകും. അതെന്താ ഉത്തരവില്ലാത്തത്? എന്താണ് കിട്ടില്ലെന്നേ. ആ ടാക്ടിക്സ് ഒക്കെ കയ്യിലിരുന്നാൽ മതി. അല്ലല്ല, ആ ഉത്തരവില്ലാത്തത് എന്താണ്? ഉത്തരം എന്താന്ന് കൃത്യമായിട്ട് ചോദിക്കണം. അല്ലാണ്ട് ചോദ്യമാണ് ചോദിച്ചത്. സെക്ഷൻ 424 കുറിച്ച് വന്ന ചോദ്യമാണ് ചോദിച്ചത്. അവർക്ക് ഉത്തരവില്ല. നിലനിൽക്കില്ല. 120B അല്ല, 424. അല്ലല്ല, ഇത് അരി എത്രയാണെന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാണി എന്ന് പറയുന്ന വരട്ടുവാദം നടക്കില്ല. അതെങ്ങനെയാണ് നടക്കില്ല? 424 കുറിച്ച് ചോദിച്ചാൽ 120B ആണ്. നടക്കില്ല. നിയമപരമായിട്ട് ബാങ്ക് വഴി നടന്ന ഒരു ഇടപാടിൽ സെക്ഷൻ 424 ചുമത്താൻ കഴിയില്ല എന്ന നിയമബോധം കേരള പോലീസിനുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ ചുമത്താൻ കഴിയില്ലെന്നേ. നിങ്ങൾ എന്താ പറയുന്നത്? അത് തന്നെയാണ് 120Bക്കും. 120Bക്ക് എങ്ങനെയാണ് നടക്കുന്നത്? 120B നടക്കണമെങ്കിൽ അതിനകത്ത് 2 വ്യക്തികൾ ഹൈക്കോടതിക്ക് അറിയില്ലെന്നാണോ?
വരുന്നത്. ഇല്ലാത്ത ഒരു സേവനത്തിന് വേണ്ടി നോക്കൂ, ബാങ്ക് വഴി പണം കൊടുത്തിട്ട് ഒരു ഒരു സംസ്ഥാന കള്ളപ്പണ ഇടപാടിനെ പോലീസിന് വൈറ്റ് മണിയാക്കി മാറ്റിയത് അത് നിയമവിരുദ്ധമാണ് എന്ന് തന്നെയല്ലേ കോടതി കണ്ടെത്തിയിരിക്കുന്നത്? അല്ല, ഞാൻ ചോദിക്കട്ടെ, അത് വീണ വിജയൻ കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് കോടതി അല്ല, നടത്തി. വീണ അത് വിജയൻ കണ്ടെത്തേണ്ടത് കിട്ടിയത് കോടതിയല്ല. കള്ളപ്പണ അപ്പൊ ഞാൻ ഇടപാടാണല്ലോ. ചോദിക്കട്ടെ, സംസ്ഥാന വീണ വിജയൻ എന്ത് പോലീസിന് സേവനമാ കൊടുത്തത്? ഒരു രാഷ്ട്രീയ അല്ലല്ല, വീണ താല്പര്യത്തിന്റെ വിജയൻ പേരിൽ എന്ത് സേവനമാ അങ്ങനെ കൊടുത്തത്? 120B ചുമത്താൻ കഴിയില്ല. അല്ല, എന്ത് സേവനമാ കൊടുത്തത്? ജോഷി പോയിന്റ് പറയും, ആ പോയിന്റ് പറയൂ. 120B അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ താല്പര്യ പ്രകാരം സംസ്ഥാന രാഷ്ട്രീയ രാഷ്ട്രീയ താല്പര്യം. താല്പര്യം. ഇവിടെ ആർക്കാ രാഷ്ട്രീയ താല്പര്യം? ചോദിക്കു വിജയ. ചോദിക്കില്ല. അപർണ, എനിക്കൊരു ചോദ്യമുണ്ട്. ഉത്തരം കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. അതായത് ഞാൻ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഔദ്യോഗികമായി കേരള സർക്കാരിനെ അറിയിച്ചതാണ്. പറയൂ. അല്ല, ഒരു സെക്കൻഡ്. ഔദ്യോഗികമായി കേരള പോലീസിനെ അറിയിച്ചതാണ് ഇന്ന വകുപ്പുകൾ പ്രകാരം കേസെടുക്കണം, ഞങ്ങൾ ഒരു ക്രൈം കണ്ടെത്തിയിട്ടുണ്ട് എന്നത്. അപ്പോൾ അങ്ങനെ എടുക്കാൻ കഴിയില്ലെങ്കിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് എടുക്കാൻ കഴിയില്ല എന്ന് ആ കേന്ദ്ര ഏജൻസിയെ സംസ്ഥാന സർക്കാരിന് അറിയിക്കണം, അല്ലെ പോലീസ് അറിയിക്കണം. അങ്ങനെ അറിയിച്ചതായി അപർണയ്ക്ക് വിവരമുണ്ടോ? അതിൽ എന്തെങ്കിലും ഒരു അന്വേഷണം നടത്തിയതായി അപർണയ്ക്ക് വിവരമുണ്ടോ? അതായത് ED പറയുന്നതനുസരിച്ച് കേരള സർക്കാർ അതനുസരിച്ച് തുള്ളണമായിരുന്നു, അത് അറിയിക്കണമായിരുന്നു. അങ്ങനല്ല അപർണ. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ കാര്യം ചോദിച്ചോട്ടെ? അങ്ങനല്ല. ഒരു നിമിഷം. അങ്ങനല്ല. അല്ല ജോഷി, ഒരു നിമിഷം. അതായത് ഇത് രണ്ട് ഏജൻസികൾ തമ്മിലുള്ള രണ്ട് ഏജൻസികൾ തമ്മിലുള്ള നടപടിക്രമമാണ്. ആ നടപടിക്രമത്തിന്റെ ഭാഗമായി അന്വേഷിക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് കേരള പോലീസിന് എഴുതി കൊടുക്കാൻ കഴിയില്ല. നിങ്ങൾ അന്വേഷിച്ച് പ്രാഥമികമായി കേസ് നിലനിൽക്കില്ല എങ്കിൽ അക്കാര്യം കേന്ദ്ര ഏജൻസി അറിയിക്കണമല്ലോ. അങ്ങനെ അറിയിച്ചതായി അപർണയ്ക്കറിയാമോ? കേന്ദ്ര ഏജൻസി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അന്വേഷിക്കില്ല എന്നൊരു മറുപടിയും കൊടുത്തിട്ടില്ല. ഈ അപർണ ഈ പറയുന്ന മറുപടി കേരള പോലീസ് കൊടുത്താൽ അപർണ സ്വന്തമായി പറയുന്നതാണ്. ഞാൻ പറയുന്ന ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു കത്തിടപാട് കേരള പോലീസ് ED-യുമായി നടത്തിയിട്ടുണ്ടോ ഈ വിഷയത്തിൽ? ഇതിനകത്ത് ED-ക്ക് വിവരങ്ങൾ കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നാണോ വിജയൻ പറയുന്നത്? പക്ഷേ വിവരം അല്ലല്ലോ, വിവരം കൊടുക്കാനാണോ പറഞ്ഞത്? ഒരു ക്രൈം നടന്നു ED അറിയിച്ചാൽ ക്രൈം നടന്നിട്ടുണ്ടോ ഇല്ലെന്നോ പറയണം കേരള പോലീസ്. അത് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ചോദിച്ചത്. ഒരു സെക്കൻഡ്, തൊട്ടിട്ടില്ലല്ലോ. PMLA സെക്ഷൻ നേരത്തെ പറഞ്ഞത് PMLA സെക്ഷൻ 62(2) അല്ലേ? അതിനകത്ത് ED-ക്ക് ഈ അന്വേഷണ കാര്യങ്ങൾ സംസ്ഥാന പോലീസ് കൈമാറാനുള്ള ഒരു ബാധ്യതയുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ടു ഷെയർ ഇൻഫർമേഷൻ 66/2. അതൊരു ചട്ടപ്പടി നടക്കുന്ന ഒരു ആശയവിനിമയമാണ്. അത് മാത്രമേ ചട്ടപ്പടി ആശയവിനിമയമാണ്. അപർണ കാട് കയറി പോലെ ആശയവിനിമയം. അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് ചോദിച്ചതിനുള്ള ഒരു മറുപടി അത് കൊടുത്തില്ല പിണറായി വിജയൻ സർക്കാർ. ദാറ്റ്സ് ഓൾ. അതുകൊണ്ട് അതത്ര വലിയ ബാധകമാണ്. അവിടെയാണ് മകൾക്ക് വേണ്ടിയുള്ള ഇടപെടൽ. ഒരു ക്രൈമിനെ കുറിച്ച് അറിയിച്ചിട്ട് മിണ്ടാതെ അതെടുത്ത് അട്ടത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ക്രൈമാണെന്ന് മനസ്സിലാവില്ലേ? FIR ഇവിടെ എന്താണ് FIR എവിടെ എന്ന് അപർണ ചോദിച്ചുകൊണ്ടിരുന്നോണ്ട് FIR ഇല്ലാത്തത് അതുകൊണ്ടാണ്. പിണറായി വിജയന്റെ പോലീസാണ് FIR ഇടേണ്ടിയിരുന്നത്. പിണറായി വിജയന്റെ പോലീസ് FIR ഇടണമെങ്കിൽ അദ്ദേഹത്തിന്റെ മകൾ വീണയ്ക്കെതിരെ FIR ഇടണമായിരുന്നു. അതുകൊണ്ട് FIR ഇട്ടില്ല. ഇത് കേന്ദ്ര ഏജൻസിയോട് എന്റെ മകളായത് എനിക്ക് FIR ഇടാൻ പറ്റില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. മാത്രമാണല്ലോ FIR വരിക, അല്ലല്ലോ. ED-യുടെ കത്ത് എന്താ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണോ? ഇതിന് മറുപടിയൊക്കെ എഴുതി കൊടുക്കാൻ എന്താണ് പറഞ്ഞ ഇങ്ങനെ വിവരക്കേട് പറയാം? അല്ല, ഒരു വിവരക്കേടുമില്ല. മറുപടി കൊടുക്കണം. ഒരു കേന്ദ്ര ഏജൻസി നമ്മുടെ രാജ്യത്ത് പറഞ്ഞിട്ടില്ല. PMLA നിയമത്തിലോ ക്രിമിനൽ നടപടിക്രമങ്ങളിലോ ഒരിടത്തും എഴുതി വെച്ചിട്ടില്ല. സംസ്ഥാന സർക്കാർ ഇതിന് മറുപടി കൊടുക്കണ്ട. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ആണ്. ഇല്ല, നടപടി എന്തുകൊണ്ട് എടുത്തില്ല? കേരള സർക്കാർ മകളായതുകൊണ്ട് ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമുക്ക് നാളെയും ഇത് ചർച്ച ചെയ്യണം. നാളെ എന്തായാലും ED ഹൈക്കോടതിയിൽ നിന്ന് ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ എന്തായാലും പരിശോധനയിലേക്ക് ED കടക്കും. അപ്പോഴും അപർണ ഇതുപോലെയുള്ള വിദണ്ഡവാദവുമായിട്ട് വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ചർച്ചയിൽ ആക്റ്റീവായി പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും നന്ദി. ഇന്നത്തെ ബിഗ് എഡിറ്റോറിയൽ പൂർണ്ണമാവുകയാണ്. ഇനി കാണാം പാരായണം.